ഹായ് എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തരിക്കഞ്ഞി അല്ലെങ്കിൽ തരി കാച്ചിയത്, റവ പായസം അങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തരിക്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വറുത്തിട്ടില്ലാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വറുക്കാതെ വേണമെങ്കിലും തരിക്കഞ്ഞി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് സാബുദന അല്ലെങ്കിൽ ചൗവരി എന്ന് പറയും. സാഗോ സീഡ്സ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചൗവരി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് മാത്രമല്ല കുറച്ചും കൂടെ നല്ല ഹെൽത്തിയുമാണിത്. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. വെള്ളത്തിൽ ഒരു മണിക്കൂറൊക്കെ കുതിർത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ചൗവരി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും. ഒരു 10-15 മിനിറ്റ് ഈ വെള്ളത്തിലിട്ടതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൗവരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി നന്നായിട്ട് ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ ആ ചെറുതായിട്ട് അതിൻ്റെ ഒരു പശ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തരി കാച്ചിയത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നല്ല കട്ടിയുള്ള ഫുൾ ക്രീം മിൽക്കാണ്. അതുകൊണ്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വെള്ളം വേണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർക്കാം. പിന്നെ തരിക്കഞ്ഞി ശരിക്കും തേങ്ങാപ്പാലിലും ചെയ്യാറുണ്ട്. ഞാനിവിടെ പശുമ്പാലിലാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ നമ്മുടെ ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. ഞാനതിലേക്ക് 2 ഏലക്കായ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവ കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ റവ ചേർത്തിട്ട് പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് റവ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി റവയൊക്കെ വെന്ത് വരണം. അതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സാബുദന, അതായത് ചൗവരിയാണ് ചേർക്കുന്നത്. ചൗവരി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഡയറക്റ്റായിട്ട് ചൗവരി പാലിൽ ചേർത്ത് വേവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരത്തെ വേവിച്ചിട്ട് ചേർക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ സേമിയ തീർത്താലും നല്ലതാണ്, കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതുപോലെ ചൗവരിയാണ് ചേർക്കാറ്. അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ റവ കാച്ചിയതിൻ്റെ കൂടെ ഈ ചവ്വരി കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായി വെന്ത് പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി കട്ടിയാവേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യിൽ തന്നെ നമ്മൾ ഇതൊക്കെ വറുത്തിട്ടിടണം. അപ്പോഴാണ് നമ്മുടെ തരിക്കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നെയ്യിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കാഷ്നട്ടും റേസിൻസൊക്കെ നമുക്ക് ഈ നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി, അതായത് ചെറിയുള്ളിയാണ്, ഞാനൊരു 3-4 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും നല്ല ക്രിസ്പി ആവുന്നവരെ ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. നല്ല മുരിഞ്ഞ് വരുന്നവരെ വറുത്തെടുക്കുക. അതിലേക്ക് ഞാൻ കാഷ്നട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഉള്ളിയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ നെയ്യോടുകൂടി തന്നെ നമ്മൾ റവ കാച്ചിയതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. നെയ്യോടുകൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ റവ കാച്ചിയത് അല്ലെങ്കിൽ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ബാക്കി കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചൗവരി ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക്